ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന പുതുതായി ലോഞ്ച് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പേടിഎം ക്യാഷ്, ഗൂഗിൾ പേ, ഗിഫ്റ്റ് കാർഡ് കൂടാതെ നമ്മുടെ ഫ്രീ ഫയറിലോട്ട് ഡയമണ്ടൊക്കെ ടോപ്പപ്പ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റൊക്കെ 100% ഉറപ്പാണ്. നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് റിസീവ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് സെൽഫായിട്ട് തന്നെ അധികം വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയങ്ങളിൽ ആപ്ലിക്കേഷൻ്റെ റിവ്യൂലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റ് തന്നെ ജോയിൻ ചെയ്തിരിക്കുക. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസും കൂടാതെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലാണ് അറിയിക്കാറ്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 16 MB വരുന്നൊരു ആപ്ലിക്കേഷനാണ്. ഏകദേശം ഒരു 4.3 സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ കുറച്ച് സ്ക്രോൾ ചെയ്ത് പോകണം, അതായത് ഇങ്ങനെ നീക്കി പോകണം. അപ്പോൾ നീക്കി പോയതിനു ശേഷം നമുക്ക് കാണാൻ കഴിയും ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്ത ആ ഒരു ടിക്ക് ബോക്സിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. റഫറൽ കോഡൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക. നമുക്ക് 50 കോയിൻ നമുക്ക് സൈനപ്പ് ബോണസായി കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒരു 100 കോയിൻ എൻ്റെ റഫറൽ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 കോയിൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ റഫറൽ കോഡ് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക. ഇതിൽ നമുക്ക് ഡെയിലി ചെക്കിൻ ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് കോയിനായിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആ കോയിൻ റെഡീം ചെയ്തിട്ടാണ് നമുക്ക് എമൗണ്ട് ആഡ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലി സ്ക്രാച്ച് ചെയ്തിട്ടൊക്കെ ഒരു 30 കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി 2 ടാസ്ക് നമ്മൾ അവൈലബിളായി വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ റെഡീം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്തൊരു സ്ക്രാച്ച് കാർഡ് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിരവധി ആഡും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും കൂടാതെ സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്പിൻ ആൻഡ് വിൻ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നേരത്തെ നമ്മൾ സ്ക്രാച്ചാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്തിട്ടും എമൗണ്ട് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡെയിലി ഏകദേശം ഒരു 3 സ്പിൻ അവൈലബിളായി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് 3 കോയിനാണ് കിട്ടിയത്. അപ്പോൾ സ്ക്രാച്ച് കാർഡിലൂടെയാണ് നമുക്ക് കൂടുതലും കോയിൻ കിട്ടുന്നത്. പിന്നെ ഇതിൽ നമുക്ക് സർവേ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സർവേ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവേ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാം. പിന്നെ ഇതിലൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റിയ ഓഫറാണ്. അതാണ് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. സെൽഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണെന്ന്. എല്ലാ ആപ്ലിക്കേഷനിലുള്ള പോലെ തന്നെ ഇതിൽ നമുക്ക് സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടും കൂടാതെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാം. പിന്നെ മെഗാ ഓഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 20 കോയിൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമ്പോൾ 20 കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നമുക്കിതിൽ എമൗണ്ട് ഏൺ ചെയ്യാം. പിന്നെ ഇതിൽ ഗെയിംസിൻ്റെ ഒരു ഓപ്ഷൻ അവൈലബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗെയിംസ് ഓഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഗെയിം ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അവർ പറയുന്ന ടാർഗറ്റ് എത്തണം എന്നാൽ മാത്രമേ നമുക്കിതിൽ കോയിൻ ആഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ ഗെയിം മെല്ലെയാണ് ലോഡ് ആവുന്നത്. അപ്പോൾ സാധാരണ പോലെ തന്നെ ഓരോ ഗെയിം കളിക്കുമ്പോൾ അവരേതായ ടാർഗറ്റ് ഉണ്ടാവും. അതായത് ലീഡർ ബോർഡിൽ നമ്മൾ ഫസ്റ്റ് എത്തുമ്പോൾ അത്ര കോയിൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിൽ ഗെയിം കളിച്ചിട്ട് എമൗണ്ട് ഏൺ ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് റെഫർ ചെയ്തുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ റെഫർ ചെയ്യുമ്പോൾ അത്ര വലിയ കോയിനൊന്നും കിട്ടുന്നില്ല, ചെറിയ കോയിൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റെഫർ കോഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് കയറുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കോയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്യുക. അപ്പോൾ റെഫർ ചെയ്യുമ്പോൾ സമയത്ത് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. പിന്നെ ഡെയിലി ചെക്കിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ സ്ക്രാച്ച് കാർഡ് ഇപ്പോൾ അവൈലബിളായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ മതി. ഇനി നമുക്ക് അതുകൂടി ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള മെത്തേഡ് കൂടി പറഞ്ഞുതരാം. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ സ്ക്രാച്ച് കാർഡ് ഇപ്പോൾ അവൈലബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ക്രാച്ച് കാർഡിൽ ഏകദേശം ഒരു 30 കോയിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്ക്രാച്ച് ചെയ്തിട്ട് തന്നെ എമൗണ്ട് ഏൺ ചെയ്യുക. പക്ഷേ ഇതിലാകെ 3 സ്ക്രാച്ച് കാർഡ് മാത്രമേ അവൈലബിളായി വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിരവധി ആഡും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ പോലെ തന്നെ എപ്പോഴും സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുക. അങ്ങനെ നമ്മുടെ 30 കോയിൻ വീണ്ടും നമ്മുടെ വാലറ്റിലോട്ട് ആഡായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ക്രാച്ച് ചെയ്യണമെങ്കിൽ ഇനി 5 മിനിറ്റ് കൂടി കഴിയണം. അതിന് മുന്നേ എങ്ങനെ ഇതിൽ നമുക്ക് വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ 4ാമത്തെ ഓപ്ഷൻ കാണാൻ കഴിയും. ഒരു മണി ഐക്കൺ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ ബിറ്റ് കോയിനൊക്കെ എമൗണ്ട് ഏൺ ചെയ്യാം. പക്ഷേ നിങ്ങൾ അധികം നിങ്ങളുടെ പേടിഎമ്മിലോട്ടോ അല്ലെങ്കിൽ ഫ്രീ ഫയറിലോട്ടോ ഗൂഗിൾ പേ ഗിഫ്റ്റ് കാർഡായിട്ട് നിങ്ങൾ റെഡീം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പേടിഎമ്മിലോട്ടാണെങ്കിൽ 1700 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 15 രൂപ കിട്ടുന്നതായിരിക്കും. 2500 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും 20 രൂപയുടെ. 4000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 50 ഡയമണ്ട് കിട്ടുന്നതായിരിക്കും ഫ്രീ ഫയറിലോട്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാം. പേയ്മെൻറ്റൊക്കെ 100% ഉറപ്പാണ്. നമ്മൾ റെഡീം ചെയ്ത ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ 24 മണിക്കൂറുള്ള നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഏൺ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.